ഹലോ, എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ റെസിപ്പി റവ കൊണ്ടുള്ള ആപ്പവും നല്ല അടിപൊളി തേങ്ങാ ചമ്മന്തിയുമാണ്. നമ്മൾ സാധാരണ ആപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി തലേദിവസം തന്നെ അരിയെല്ലാം കുതിർത്ത് വെച്ച് അത് അരച്ചെടുത്ത് പിന്നെ അരിമാവ് വീണ്ടും കുറുക്കിയെടുത്ത് റെഡിയാക്കി വെക്കണം മാവ് അല്ലേ. ഇനി പക്ഷേ ഈ ഒരു ആപ്പത്തിന് വേണ്ടി അതിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ആപ്പം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് മാവ് റെഡിയാക്കി ഉടനെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയിലേക്ക് വറുത്തതോ വറുക്കാത്തതോ ആയ 1.5 ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം മൈദയോ ഗോതമ്പ് മാവോ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂണോളം ഈസ്റ്റ്, ഇതെല്ലാം ചേർത്ത് കുറച്ച് നേരത്തെ എടുത്ത ഗ്ലാസ്സിൽ അതേ ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതായിരിക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. അധികം കുറുകാനും പാടില്ല, എന്നാൽ അധികം ലൂസാവാനും പാടില്ല. ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് നേരം അടച്ചു വെക്കണം. ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. 15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ആപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. കുറച്ചൊക്കെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇതാ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഇതാ കണ്ടില്ലേ, ഈ ഒരു ലെവലിലിരിക്കണം നമുക്ക്. ഇത് നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ഉണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആപ്പച്ചട്ടിയിൽ നിങ്ങൾക്ക് ആപ്പത്തിൻ്റെ പോലെ റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആപ്പച്ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രം കുക്ക് ചെയ്യുക. അതിലേക്ക് ഞാൻ 1.5 സ്പൂണോളം മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് അടച്ചു വയ്ക്കാം. ഒരിക്കലും ഫ്ലെയിം കൂട്ടിയിടരുത് കേട്ടോ. ഇതാ കണ്ടില്ലേ, ചെറിയ ഹോൾസ് എല്ലാം വന്നിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായതിന് ശേഷം മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതാ നമ്മുടെ ആപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ആ മാവ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആപ്പം എല്ലാം റെഡിയാക്കി എടുക്കാം. ഇനി അടുത്തത് ഇതിൻ്റെ സൈഡ് ഡിഷാണ്, നമ്മുടെ തേങ്ങാ ചമ്മന്തിയാണ്. അതിന് വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 8 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഒരു കഷ്ണം ഇഞ്ചി, നല്ല എരിവ് വേണം ഇതിന്. അപ്പോൾ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുക്കാം. ഒരു ചെറിയ അളവിൽ പുളി എടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ, അധികം വെള്ളം ഒഴിക്കരുത്. നമുക്ക് വല്ലാണ്ട് ലൂസാവാൻ പാടില്ല. അങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വേണം നമുക്കിത് കിട്ടുക. ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ അരച്ചെടുക്കാം നമുക്ക്. ഇതാ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു ലെവലിലിരിക്കണം കേട്ടോ, അധികം ലൂസാവാൻ പാടില്ല. കണ്ടില്ലേ, അപ്പം നമ്മുടെ തേങ്ങാ ചമ്മന്തി ഇതാ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നു. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ റവ കൊണ്ടുള്ള ആപ്പവും. ഇത് റവ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയില്ല കേട്ടോ. കറക്റ്റ് ആപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. കണ്ടില്ലേ, അതും ഈ തേങ്ങാ ചമ്മന്തി, അതായത് ഇതിന് കുറച്ചൊരു മധുരം ഉണ്ടാവും. തേങ്ങാ ചമ്മന്തിയുടെ ആ എരിവും കൂടി ആവുമ്പോൾ അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറി യൂസ് ചെയ്യാം. ചിക്കൻ കറിയോ മട്ടൻ കറിയോ, അതല്ലാന്നുണ്ടെങ്കിൽ മുട്ടക്കറിയോ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം. പക്ഷെ ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇപ്പം ഞാൻ പറഞ്ഞു തന്നത്. ഇതൊന്ന് നിങ്ങൾ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയൂ. രാവിലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വളരെ എളുപ്പമുള്ളൊരു ഡിഷാണ് ഈ റവ ആപ്പവും ഈ തേങ്ങാ ചമ്മന്തിയും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം കേട്ടോ.
ഇനി നമുക്ക് മനുക്കുട്ടൻസ് കിച്ചൻ്റെ ഇന്നത്തെ താരങ്ങൾ ആരെല്ലാം എന്ന് നോക്കാം. ഇന്ന് 3 പേരാണ് നമുക്ക് മനുക്കുട്ടൻസ് കിച്ചൻ റെസിപ്പീസ് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത്. ആദ്യത്തേത് തമിഴ്നാടു സ്പെഷ്യൽ സുണ്ടൽ റെസിപ്പി ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് ബിനി ഡേവിഡ്, ഈറാറ്റുപേട്ട, കോട്ടയം. താങ്ക് യു ബിനി. അടുത്തത് ബ്രെഡ് ഗുലാബ് ജാമുൻ ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് സ്നേഹ ശേഖർ, അരിമ്പൂർ, തൃശൂർ. താങ്ക് യു സ്നേഹ. അടുത്തത് ടൊമാറ്റോ പിക്കിൾ ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് രമ്യ വിനോദ്, ചെന്നൈ, തമിഴ്നാടു. താങ്ക് യു രമ്യ. ഇനി നിങ്ങൾക്കും ഇതുപോലെ മനുക്കുട്ടൻസ് കിച്ചൻ റെസിപ്പി ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മനുക്കുട്ടൻസ് കിച്ചന് അക്കൗണ്ട് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഫോട്ടോകൾ അയച്ചു തരാവുന്നതാണ്. ഞങ്ങളതെല്ലാം വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് ഓരോ വീഡിയോസിലും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വേറൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ. താങ്ക് യു.